ഐ ഗെസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 25. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസം പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തി തിരിച്ച് ഒരു പുൾ ബാക്ക് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്, പുട്ട് ഓപ്ഷനിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോ ജസ്റ്റ് വൺ ലോട്ട് ആൻഡ് യാതൊരു രീതിയിലും FNO ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തതെന്നുള്ളത്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എസ്പെഷ്യലി ഈ ഒരു ദിവസത്തിൽ ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ പറഞ്ഞതായിട്ട് കാണാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നീട് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഒരു പ്രത്യേകിച്ച് ഒരു ട്രെൻഡൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു മോഡറേറ്റ്ലി ബീറിഷ് മോഡ് തന്നെയായിരുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷർ അത് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം അവിടെ നിന്നൊക്കെ ഒരു സെല്ലിംഗ് നടന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പുതിയ ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല മാർക്കറ്റിന്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ബീറിഷ് വ്യൂ തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ മോർണിംഗിൽ നല്ലൊരു സെല്ലിംഗ് നടത്തി. പിന്നീട് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ലോ പോയിന്റ് കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തു. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ 55,000 ലെവലുണ്ട്. അത് നമുക്കറിയാം, അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലും ജസ്റ്റ് ബ്രേക്ക് ഡൗൺ നടത്തിയതായിട്ട് കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ്. അതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പം ഈ ഒരു 55,000 ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. കാരണം അതൊരു സൈക്കോളജിക്കൽ നമ്പർ കൂടിയാണ്. അപ്പം അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു സെല്ലിംഗ് മൊമെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഇനി സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എവിടെയാണ് എൻ്റെ വ്യൂ റോങ് ആവുന്നതെന്ന് ഞാൻ പറയാം, എവിടെയാണ് എൻ്റെ ഒരു ടാർഗറ്റ്. ഇപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു മൊമെൻറ്റ് കിട്ടണമെങ്കിൽ ഇന്നത്തെ ആ ഒരു ഡേ ലോ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു മൊമെൻറ്റം, സെല്ലിംഗ് മൊമെൻറ്റം നമുക്ക് കിട്ടും. അപ്പോൾ ടാർഗറ്റ് നോക്കാം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 100 പോയിൻറ്റ് പ്രീമിയത്തിൽ ഓക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിലും നല്ലൊരു സെല്ലിംഗ് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇനി തിരിച്ച് ഒരു 55,000 മുകളിലോട്ട് വന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലോസ് ഞാനവിടെ ബുക്ക് ചെയ്യും. കാരണം അപ്പോൾ ബയേഴ്സ് വന്നിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണ് ട്രേഡ് മൂവ്മെൻറ്റ് നോക്കട്ടെ. ഓക്കെ ഗസ്, അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് നല്ല രീതിയിലൊരു സെല്ലിങ് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. സോ എൻട്രി എടുത്തത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നെക്സ്റ്റ് വന്ന ഒരു പുൾ ബാക്കിലാണ്. ആൻഡ് അത് കഴിഞ്ഞ് നല്ലൊരു സെല്ലിങ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടിയെന്ന് തന്നെ പറയാം. ഓക്കെ, പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നിയർലി ഒരു 130-140 പോയിൻ്റ് അടുത്ത് റണ്ണിങ്ങിലാണ്. ഓക്കെ, സോ ഇനി ഞാൻ അധികം ഗ്രീഡി ആവുന്നില്ല. ആൻഡ് വീക്കെൻഡാണ്, സോ ബുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പ്ലാൻ നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്തായാലും എൻ്റെ ട്രേഡ് ഞാൻ ബുക്ക് ചെയ്യുവാണ്. എക്സിറ്റഡ്. ഓക്കെ, സോ ഇനിയും വേണമെങ്കിൽ താഴോട്ട് പോകാം, ബട്ട് സ്റ്റിൽ ഫൈൻ. ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് ഇനഫാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ലോ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ടാർഗറ്റ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ, താങ്ക് യു.